الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരവും നമ്മുടെ അവയവങ്ങളും തമ്മിൽ വലിയ ബന്ധമാണ്. എല്ലാ അവയവങ്ങളും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആരോഗ്യവാന്മാരാകുന്നത്. ഏതെങ്കിലും ഒരു അവയവം പണിമുടക്കിയാൽ, കുഴപ്പത്തിലായാൽ, പിന്നെ ധൈര്യം ചോർന്നു പോയി, നമ്മൾ ധീരത ചോർന്നു, കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള ആ കഴിവൊക്കെ പോയി, ഭീരുക്കളായി മാറി, അതല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ ഇതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ അവയവങ്ങളാണ് വ്യക്തികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. വ്യക്തികൾ തമ്മിലുള്ള ഐക്യവും ബന്ധവും എത്രത്തോളം ഊർജിതമായി നടക്കുന്നുവോ അത്രയുമാണ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ അവയവങ്ങളുടെ വിഷയത്തിൽ ശരീരം കാണിക്കുന്ന നിർബന്ധ അവസ്ഥ, ശ്രദ്ധ വ്യക്തികൾ കാണിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വലിയ ഉപമാലങ്കാര പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്ക് രോഗമായാൽ റസൂൽ ആ ഹദീസിൽ പറയുന്നത് മസലുൽ മുഅ്മിനീന ഫീ തബാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മിസ്ലുൽ ജസദ്. വിശ്വാസികൾ അവരുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും അതുപോലെ തന്നെ പരസ്പരമുള്ള അനുകമ്പയിലുമെല്ലാം ഒരു ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ ജസദ്. ഒരവയവത്തിന് കേടുപറ്റിയാൽ ബാക്കിയുള്ളതെല്ലാം അതുമായി സഹകരിക്കും. ബിസ്സഹരി, ഉറക്കൊഴിഞ്ഞിട്ടും വൽ ഹുമ്മ, പനിച്ചിട്ടൊക്കെ. പനി എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല, ആ ബന്ധത്തിന്റെ ആഴമാണ്. ഒരവയവത്തിന് കേടുപറ്റുമ്പോൾ ആ അവയവവുമായി മറ്റ് അവയവങ്ങൾക്കുള്ള ബന്ധം, ഒറ്റ ശരീരം എന്ന ആ വിഷയമാണല്ലോ മുഴുവൻ അവയവങ്ങൾക്കും ശരീരത്തിന് പനി ബാധിക്കുന്നു എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെയാകണം സമൂഹം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഏതുവിധ ചെറുത്തുനിൽപ്പുകളും നമുക്ക് പരിശോധിക്കാം. ജൈവലോകത്ത് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. കടന്നൽ കൂട്ടങ്ങൾ അവ ഒന്നിച്ചാണ് പ്രതിരോധിക്കുന്നത്. അതുപോലെ കാക്കയാണെങ്കിലും
ഇനി അതുപോലുള്ള ജന്തുക്കളാണെങ്കിലും ഏറ്റവും ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആനക്കൂട്ടങ്ങൾ വരെ അവ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പ്രതിരോധം സൃഷ്ടിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിടത്ത് വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. ഫതഫ്ശലു, അങ്ങനെ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭീരുത്വമുണ്ടാകും. ഭീരുത്വമുണ്ടായാൽ വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. വളരെ വ്യക്തമാണ് ഖുർആനിന്റെ ആ പ്രയോഗം. എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ ചില പൊടിക്കൈകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു, നിത്യജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ. ആളുകളുടെ ഐക്യം യാഥാർത്ഥ്യമാകാൻ എല്ലാവരുടെ പ്രശ്നവും തലയിലേറ്റ് നടക്കാനൊന്നും ഇസ്ലാം പറയുന്നില്ല. ചില്ലറ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഒന്ന് സലാം പറയാ, കണ്ടാൽ ഒന്ന് ചിരിക്കുക, ചിരിച്ച് സലാം പറയാ. സ്നേഹമുള്ള ആൾക്കേ അത് കഴിയൂ. സ്നേഹമില്ലെങ്കിൽ ഒന്ന് ചിരിച്ച് സലാം പറഞ്ഞ് കൈപിടിക്കാൻ സമയം ഉണ്ടാവൂല, കൂട്ടാക്കൂല. അതിന് തന്നെ ആളുകൾക്ക് സമയമില്ലാത്ത ഒരവസ്ഥ ഇന്നുണ്ട്. പലരും തെറ്റിദ്ധരിച്ചത് വ്യക്തിപരമായി കുറച്ച് വിശ്വാസം ഉൾക്കൊണ്ട് കുറച്ച് കർമ്മങ്ങളും ചെയ്ത് നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോവാം. നടക്കൂല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നടക്കൂല, സാധിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ സ്വർഗത്തിൽ പോവില്ല. സ്വർഗത്തിൽ പോകണോ പരസ്പരം സ്നേഹിക്കണം. അഥവാ ഈമാൻ അല്ല, സ്വർഗത്തിൽ പോകണോ ഈമാൻ ഉണ്ടാകണം. ഈമാൻ ഉണ്ടാകണോ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹമില്ലാതെ ഈമാനുണ്ട് എന്ന് പറയുന്നത് ഒരു അവകാശവാദമാണ്. അഥവാ എല്ലാ ജനങ്ങളും എല്ലാ സൃഷ്ടികളും അള്ളാഹു സൃഷ്ടിച്ചതാണ്, അവൻ പോറ്റുന്നതാണ്, അവൻ സംരക്ഷിക്കുന്നതാണ്, അവനാണ് ഏക ഇലാഹ് എന്നൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന സമയത്ത് കൂടപ്പറപ്പിനെ കാണുമ്പോ, സഹജീവികളെ കാണുമ്പോ ഒരു സ്നേഹവും അനുകമ്പയൊക്കെ മനസ്സിലിങ്ങി വരും. ആ വിശ്വാസത്തിന്റെ പേരിൽ അത് ചിരിയിലൂടെ സലാമിലൂടെ പ്രകടമാകും. അതാണ് വിശ്വാസമുണ്ട് എന്നതിന് തെളിവ്. അഥവാ സ്നേഹം ഗമയാണോ, അവിടെ ഈമാനിന് കുറവുണ്ട്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി പറയുന്നു, അങ്ങനെ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകണോ നിങ്ങൾ സലാം പറഞ്ഞു. രണ്ടാമതായി പറയുന്നത് ഉപദ്രവിക്കരുത്. വലിയ ഉപകാരം ചെയ്യാനല്ല, ആരും ആരെയും ഉപദ്രവിക്കരുത്. പരദൂഷണം പറഞ്ഞിട്ടോ പരിഹസിച്ചിട്ടോ ഒന്നും തന്നെ ആരെയും ഉപദ്രവിക്കാൻ തുനിയാത്തൊരു മാനസികാവസ്ഥ. അങ്ങനെ എല്ലാവരും സലാം പറഞ്ഞ് ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ തുമ്മി, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് റസൂല് പറയുന്നത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, യർഹമുക്കല്ലാഹ് ഒന്ന് തിരിച്ചു പറയുമ്പോ ഒരു സ്നേഹ കൈമാറ്റം നടക്കുന്നുണ്ട് അവിടെ. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരാൾക്ക് രോഗാണ് എന്ന് കേട്ടാൽ എല്ലാം അവിടെ നിർത്തിവെച്ചിട്ട് കാണാൻ പോകണം. എന്നിട്ട് അടുത്തിരുന്ന് സംസാരിപ്പിച്ച് ഒന്ന് സമാധാനിപ്പിച്ച് അങ്ങനെയൊക്കെ വേണം. അതാണ് സ്നേഹ കൈമാറ്റം. മരണപ്പെട്ടാൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുക, അതുപോലെ കൂടിയാലോചനകൾ നടത്തുക. ഈ കൂടിയാലോചനക്ക് വേണ്ടി കൂടിയാണ് വെള്ളിയാഴ്ച നമ്മൾ കൂടുന്നത്. അല്ലാതെ ഒരു മിണ്ടാട്ടോ ഇല്ലാതെ ആൾക്കാരിങ്ങനെ സഫായിട്ടിരുന്ന് നിസ്കാരവും കഴിഞ്ഞ് സലാം വീട്ടുന്നത് റോട്ടുമ്പോ അങ്ങനെയല്ല. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തറിയണം. വിഷയങ്ങൾ എന്തായി എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത്, ഒരുപാട് കഴിവുകളുണ്ട് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട് കൂടിയിരിക്കുന്ന ആളുകൾക്ക്. നമുക്ക് വേണ്ട ചില കഴിവുകൾ നമ്മുടെ കയ്യിലില്ല, അത് മറ്റവന്റെ കയ്യിലാണ് ഉള്ളത്. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയും വാങ്ങുകയും വേണം. അതിനു വേണ്ടി കൂടിയാണ് ഒരു വെള്ളിയാഴ്ച കൂടിയിരിക്കുന്ന സമ്പ്രദായം നമുക്കുള്ളത്. പറഞ്ഞത് പള്ളിയിൽ നിന്ന് സംസാരിക്കാനല്ല, മറിച്ച് ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നത് ഒക്കെ ഈ കൂടലിന്റെ ഐക്യത്തിന്റെ ഒരു മാർഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സഹാബാക്കളൊക്കെ അങ്ങനെ പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു.
ഇന്ന് സഹോദര സമുദായമായ ക്രിസ്തീയ സഹോദരങ്ങളുടെ കൂടലിൽ ഞായറാഴ്ചയുള്ള അവരുടെ പരിപാടികളിലൊക്കെ ഇത്തരം പരിപാടികൾ സജീവമായി നടക്കും. നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികളാണ്. മലയാളികൾക്ക് ഒരു സ്വഭാവമുള്ളത് എല്ലാം എനിക്കറിയാമെന്നൊരു ധാരണയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും. അത് വീടുണ്ടാക്കുകയാണെങ്കിൽ അവിടെയും, കല്യാണമാണെങ്കിൽ അവിടെയും നമ്മുടെ കഴിവങ്ങ് തെളിയിക്കും. എന്നിട്ടോ ആകെ കൊളാവും. ഒരു കൂടിയാലോചനയും ചർച്ചയും ഒന്നുമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേത്. എല്ലാം എനിക്കറിയാമെന്ന ധാരണ. അതിനെല്ലാമുള്ള ഒരു പരിഹാരമായിട്ട് കൂടിയാണ് ഇസ്ലാം ഇത്തരം വിഷയങ്ങൾ, ഐക്യത്തിന്റെ പ്രാധാന്യം, ഗുണകാംക്ഷ, പരസ്പരമുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ ഇബാദത്തുകളും അങ്ങനെയല്ലേ? യോജിപ്പല്ലേ? നോമ്പ്, എല്ലാവരും ഒരു സമയത്ത് ഭക്ഷണം നിർത്തുന്നു, ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. ഹജ്ജ്, അതെന്തുമാത്രം വലിയ കൂട്ടായ്മയാണ്. ലോകാടിസ്ഥാനത്തിലുള്ള ഒരു ഒരുമയാണല്ലോ ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രമേയങ്ങളിലൊന്ന്. തൗഹീദ്. ആ തൗഹീദിനെ അടിസ്ഥാനമാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. 4500 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരൊറ്റ വിളി ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉത്തരം ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? അടിയനിതാ വന്നിരിക്കുന്നു, ഞാൻ മുസ്ലിമാണ്, സമർപ്പിച്ചവനാണ്. എന്താ സമർപ്പണം? നീ എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കും, മറു ചോദ്യമില്ല. എന്തിനാ മക്കത്തേക്ക് വിളിച്ചത്? അവിടെ എന്താ കാണാനുള്ളത്? ഇത്തരം ചോദ്യങ്ങളൊന്നുമില്ല. ഒരുപാട് കാശ് മുടക്കി അധ്വാനിച്ച് എല്ലാം അതിനു വേണ്ടി ഒഴിവാക്കി സമയം കണ്ടെത്തി ഞാനിതാ വന്നിരിക്കുന്നു അള്ളാനെ കാണാൻ, അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിനോട് പറയാൻ. പോയാൽ അള്ളാനെ കാണോ? അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെയോ അടയാളങ്ങളുണ്ട്, ഷായറുകളുണ്ട്, സഫയുണ്ട്, മറവയുണ്ട്, കഅബയുണ്ട്, ഇബ്രാഹിം മഖാമുണ്ട്, അറഫയുണ്ട്, മുസ്ദലിഫയുണ്ട്, ജംറയുണ്ട്. ഒക്കെ ആദരിക്കാൻ അല്ലാഹു തആല പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞ് ഒരുമ തെളിയിക്കുകയാണ്. ഒരേ വെള്ളം കുടിക്കുന്നു, ഒരേ വെള്ളം കുടിക്കുന്നു, ഒരേ വസ്ത്രം ധരിക്കുന്നു, ഒരിടത്ത് കിടന്നുറങ്ങുന്നു, ഞങ്ങൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് ഹജ്ജ്. അതാണ് ഹജ്ജ്. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നമസ്കാരവും? നമ്മുടെ ഒരുമയല്ലേ നമസ്കാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്? എത്ര വലിയ ഒരുമയാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ് കെട്ടി ജമാഅത്തായി നമസ്കരിക്കാൻ പറഞ്ഞു. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. പൂർവകാല സമുദായങ്ങൾക്കൊക്കെ നമസ്കാരമുണ്ട്, നബിമാർക്കൊക്കെ നമസ്കാരമുണ്ട്. പക്ഷെ ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഈ ഉമ്മത്തിലാണുള്ളത്. ഐക്യത്തിന്റെ പ്രാധാന്യം, ഒരുമയുടെ പ്രാധാന്യം, അത് നമസ്കാരത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. സഫ് കെട്ടി നിൽക്കുന്നു, തോളോട് തോളൊരുമി നിൽക്കുകയാണ്. അതുപോലെ എല്ലാ രംഗത്തും, യുദ്ധരംഗത്ത് ആളുകൾ ഒറ്റക്കെട്ടായിരിക്കണമെന്ന് സൂറ സഫിൽ അല്ലാഹു തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവിടെ ശത്രുക്കളുടെ ബാഹുല്യമോ അതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾ ഐക്യത്തോടുകൂടെ, ഒരുമയോടുകൂടെ ഒരൊറ്റക്കെട്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പഠിപ്പിക്കുമ്പോൾ റസൂൽ പറഞ്ഞു, സവ്വു സുഫൂഫക്കും, നിങ്ങളുടെ സഫ് നേരെയാക്കി നിൽക്കണം. ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ തമാമിസ് സ്വലാത്ത്. ഈ സഫ് നേരെയാക്കുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ്. സഫ് നേരെയാകുന്നില്ലെങ്കിൽ നമസ്കാരം പൂർണ്ണമല്ല, അപൂർണമായ നമസ്കാരമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും സഹീഹായ ഹദീസ്. തന്നെയുമല്ല, മറ്റു ചില ഹദീസുകളിൽ കാണാം റസൂൽ സഫ് നേരെയാക്കാറുണ്ടായിരുന്നത് അമ്പ് നേരെയാക്കുന്നത് പോലെയാണ്. അമ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരത്തടി വളഞ്ഞതാണെങ്കിൽ ആ അമ്പുണ്ടാക്കുന്നതിന് മുമ്പ് മരത്തടി നേരെയാക്കണം. മുളയൊക്കെ നേരെയാക്കാൻ എന്താ ചെയ്യാറുള്ളത്? നേരെ കുറ്റി അടിച്ചിട്ട് പിടിച്ചതിനോട് കെട്ടും. അതുപോലെ അമ്പുണ്ടാക്കുന്ന മരം വളവ് തീർക്കാൻ വേണ്ടിയിട്ട് കുറ്റിയടിച്ച് ചേർപ്പിന്റെ പല്ല് പോലെ വളരെ നേരെയായി കുറ്റിയടിച്ചിട്ട് കെട്ടുന്നത് പോലെ റസൂല് സഫ് നേരെയാക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും.
ഒരു ദിവസം റസൂല് ചോദിച്ചത് അലാ തസുഫൂൻ, നിങ്ങൾ സഫ് കെട്ടുന്നില്ലേ? കമാ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, അല്ലാഹുവിങ്കൽ മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെ നിങ്ങൾ സഫ് കെട്ടുന്നില്ലേ എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോ ഖാലു, സഹാബാക്കൾ ചോദിച്ചു, കൈഫ തസുഫു ഇൻദ റബ്ബിഹ, എങ്ങനെയാണ് മലക്കുകൾ അല്ലാഹുവിങ്കൽ സഫ് കെട്ടി നിൽക്കുന്നത്? ഖാല റസൂലുള്ളാഹി പറയുകയാണ്, യതറാസ്സൂന വയുക്മിലൂന അൽ-അവ്വല ഫൽ-അവ്വല, അവർ ഇടതൂർന്ന് നിൽക്കും, വിടവില്ലാതെ നിൽക്കും. ഇടയിൽ വിടവില്ലാതെ കാലോട് കാല് ചേർന്ന് തോളോട് തോള് ചേർന്ന് ഒരു മനുഷ്യൻ എന്ന പോലെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന സഫ്, അതാണ് മലക്കുകളുടെ സഫ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ സഫ് കെട്ടുക എന്നത് ഒരു വ്യക്തിയുടെ ബാധ്യത മാത്രമായിട്ടല്ല പഠിപ്പിക്കുന്നത്. ജമാഅത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണെന്ന് പറയുമ്പോ എല്ലാവരുടെയും മസ്ഊലിയത്താണ്, ഉത്തരവാദിത്തമാണ് സഫ് നേരെയാക്കുക എന്നത്. ഇമാമ് തിരിഞ്ഞെന്ന് പറഞ്ഞതിനെ കൊണ്ടൊന്നും പോരാ. ആളുകള്, അടുത്തുള്ള ആളുകളെയൊക്കെ നേരെയാക്കി നിർത്തൽ എല്ലാവരുടെയും ബാധ്യതയാണ്. കാരണം ഒരാൾ തെറ്റി നിന്നാൽ മൊത്തത്തിലുള്ള ജമാഅത്തിന്റെ കൂലിക്കാണ് തകരാറ് സംഭവിക്കുന്നത്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന കാര്യം. തന്നെയുമല്ല, സഫ് കെട്ടിയില്ലെങ്കിൽ അതിന് കൂലി ഇല്ലാതായി പോകും എന്നതിൽ ഒതുങ്ങുന്നില്ല വിഷയം. റസൂല് പറയുന്നു, നിങ്ങളുടെ സഫിനെ നിങ്ങൾ നേരെയാക്കണം, സമമാക്കണം. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കളയും. കൂലി ഉണ്ടാവൂല, നിസ്കാരത്തിന്റെ കൂലി കുറയും എന്നതല്ല വിഷയം. അതോ ഒരു ഭാഗത്തുണ്ട്, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകും. അതുകൊണ്ട് അതിന്റെ സൈഡ് എഫക്റ്റ്, വിപരീത ഫലം ഉണ്ടാകാതിരിക്കാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കൂലി കുറയുമെന്നതല്ല പ്രശ്നം, കുഴപ്പമുണ്ടാകുക കൂടി ചെയ്യുമെന്ന തിരിച്ചറിവുണ്ടായിട്ട് എല്ലാവരും സഫിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് അവസാനമായി ഈ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ആ രൂപത്തിൽ സഫ് കെട്ടി നമസ്കരിക്കുന്ന വിശ്വാസികളിൽ മലക്കുകൾക്ക് തുല്യം സഫ് കെട്ടി നമസ്കരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോവാണ്. അനസിന്റെ ഉമ്മാമ മുലൈക്ക കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി റസൂലിനെ സൽക്കരിച്ചതാണ്. വീട്ടിൽ അനസും ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൂമു ഫലി ഉസല്ലിയ ലക്കും, നിങ്ങളൊക്കെ വരി, ഞാൻ നിങ്ങൾക്ക് നമസ്കരിച്ചു തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വീടുകളിൽ നിന്ന് നമസ്കരിച്ചു കൊടുക്കും വീട്ടുകാർക്ക്. സഹാബാക്കൾ ക്ഷണിച്ചു കൊണ്ടുപോകാറുണ്ട് ഒന്ന് നിസ്കരിച്ചു കൊടുക്കാൻ വീട്ടിൽ. ചില സഹാബാക്കൾ ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് റസൂൽ. എന്തിനാ? വീട്ടിലൊരു നമസ്കാര സ്ഥലം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്ന് ചെയ്തു കൊടുത്തു. അങ്ങനെ റസൂല് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒന്ന് വിരിക്കാനിട്ട് കൊടുക്കണ്ടേ, റസൂലല്ലേ നിസ്കരിക്കാൻ പോകുന്നത്. അനസ് പറയുന്നുണ്ട്, ഞാനൊരു പായ എടുത്തു വീട്ടിൽ നിന്ന്, സാധാരണ നിസ്കരിക്കാനിടും, ആകെ കറുത്തിട്ടുണ്ട്. പെട്ടെന്ന് അതൊന്ന് കഴുകി ഒന്ന് കുടഞ്ഞൊന്ന് റെഡിയാക്കി താൽക്കാലികമായ ഒരു പരിപാടി എന്ന നിലയ്ക്ക് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ റസൂൽ ഇമാമായി നിന്നു. ഞാനും, അനസ് പറയാണ്, ഞാനും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള ഉമൈറ എന്ന് പറയുന്ന ഒരു ഭൃത്യനുണ്ട്, അദ്ദേഹവും റസൂലിന്റെ പിന്നിൽ സഫ് കെട്ടി നിന്നു.
അതിന്റെ പിന്നിലായി മുലൈക്ക അഥവാ വലിയമ്മ അവരും നിന്നു. അങ്ങനെ നമസ്കരിച്ചു. ഹദീസിന്റെ കിതാബുകളിൽ ഇത്തരം ഹദീസുകൾ നിരന്തരമായിട്ട് നമുക്ക് കാണാം. എന്തിനാ? എങ്ങനെയാണ് സഫ് കെട്ടേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി നമസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരുടെ സഫിന്റെ പിന്നിൽ അങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇത്ബാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച ഹദീസ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ റസൂൽ അവിടെ നമസ്കാരമാണ് നടത്തിയത്, എന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. മുഹദ്ദിസുകൾ പറയുന്നു, അനസിന്റെ വീട്ടിൽ പോയത് ഭക്ഷണം കഴിക്കാനാണ്, ഭക്ഷണത്തിന് ക്ഷണിച്ചതാ. അതുകൊണ്ട് ആദ്യം അവിടെ പോയി ഭക്ഷണം കഴിച്ചു, അതിനുശേഷം റസൂൽ നിസ്കരിച്ചു. എന്നാൽ ഇത്ബാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലിനെ ക്ഷണിച്ചോണ്ട് പോയത് നിസ്കരിക്കാനാണ്. അപ്പൊ ആദ്യം നിസ്കാരം നടത്തി, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായത്? ഭക്ഷണം കഴിച്ചത്. സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ച ബഹുമാനം, അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആര് ക്ഷണിച്ചാലും അത് സ്വീകരിക്കുന്ന അവിടുത്തെ വിനയം, ഇതെല്ലാം നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇതിന്റെ അർത്ഥം എവിടെയെങ്കിലും പോയി നമസ്കരിച്ചാല് ഭക്ഷണം കഴിച്ചാൽ അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം, അല്ലെ ജമാഅത്ത് നിസ്കരിക്കണം എന്ന അർത്ഥത്തിലല്ല. ആ ഒരു ആശയം ഇതിനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വീടുകളിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഈത്തപ്പഴം അതിന്റെ കുരു നീക്കി പാൽക്കട്ടി ചേർത്തുണ്ടാക്കിയ ഒരു പലഹാരമായിരുന്നു റസൂൽ കഴിച്ചത്. അതിനുശേഷം ബുസ്ർ റളിയല്ലാഹു അൻഹു റസൂലിന് ഒരൽപ്പം കാരക്ക കൊടുത്തു. ആ കാരക്കയും പച്ചവെള്ളവും കുടിച്ചു റസൂൽ അവിടെ വെച്ച്. ആ കാരക്ക തിന്നുന്ന സമയത്ത് അതിന്റെ കുരു 2 കൈവിരലുകൾക്കിടയിൽ വെച്ചു. ഇതൊക്കെ ഹദീസ. എന്തിനാ ഇതൊക്കെ പറയുന്നത്? സംസ്കാരം പഠിപ്പിക്കുകയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിന്ന കുരു കാരക്കയുടെ പാത്രത്തിലിട്ടില്ല. അങ്ങനെ ഇടരുതല്ലോ, വായിലിട്ട അതല്ലെങ്കിൽ തിന്നതിന്റെ ബാക്കി അവിടെ ഇട്ടില്ല. റസൂൽ കയ്യിൽ പിടിച്ചു, അത് നിലത്തുവിട്ടില്ല. കാരണം അവിടെ വൃത്തിയേടാവുമല്ലോ പല സാധനം ഇങ്ങനെ ഇട്ടാൽ. അത് കൂട്ടിപ്പിടിച്ച് റസൂൽ അവിടെ, എന്നിട്ട് പോകുമ്പോൾ പുറത്തിടാൻ വേണ്ടി. എത്ര വലിയ സംസ്കാരവും വൃത്തിയും സ്വഭാവവും ഒക്കെ പഠിപ്പിച്ചത് ചെറിയ ചെറിയ ഹദീസുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പകർന്നു തരുന്ന സഹാബത്ത് പറയുന്നതായി നമുക്ക് കാണാം. അങ്ങനെ റസൂല് ആ മൃഗത്തിന്റെ പുറത്തേക്ക് കയറാൻ നോക്കുമ്പോ അബ്ദുള്ള അബ്ദുള്ളയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, എന്റെ ഉപ്പ ബുസ്ർ പോയിട്ട് ആ മൃഗത്തിന്റെ കടിഞ്ഞാണിന്റെ അവിടെ പിടിച്ചു നിന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് റസൂലിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഗ്ഫിർ ലഹും വർഹംഹും. ആർക്കും 1 മിനിറ്റ് കൊണ്ട് കാണാതെ പഠിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലഹും, അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ. ഫീമാ റസഖതഹും, നീ അവർക്ക് നൽകിയത് നീ ബറക്കത്ത് ചെയ്യണം. ഭക്ഷണത്തിൽ റിസ്കിൽ ബറക്കത്ത്. എന്താ റിസ്കിലുള്ള ബറക്കത്ത്? ഇഷ്ടം പോലെ തിന്നാനുണ്ടാകുക എന്നാണോ? അല്ല. റിസ്കിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ റിസ്ക് കഴിച്ചതിന് ശേഷം സതുദ്ദേശപരമായ ചിന്തയുണ്ടാകുന്ന റിസ്ക്കാകണം. എനിക്ക് നിസ്കരിക്കണം എന്നാണ് ആ ചിന്തയിൽ വരേണ്ടത്. എനിക്ക് സൽക്കർമ്മം ചെയ്യണമെന്ന മനസ്സാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ കഴിച്ച റിസ്ക്കിന് ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ ആ റിസ്ക് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന മാനസികാവസ്ഥ ഉണ്ടാകുക, അതാണ് റിസ്ക്കിലെ ബറക്കത്ത്. അല്ലാതെ രാത്രി ഇഷ്ടം പോലെ ഭാര്യത്തുനിന്ന് വയറും നിറച്ച് സ്വയം നിസ്കരിക്കാതെ കിടന്നുറങ്ങി ഇഷ്ടം പോലെ ഭക്ഷണം നല്ല ബറക്കത്താന്ന് പറയുന്ന അതല്ല ബറക്കത്ത്. അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ദുനിയാവിന്റെ കാര്യം ദുആയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം ആകെ 2 വാക്ക്. ആഖിറത്തിന്റെ കാര്യവും പറയുന്നു, വഗ്ഫിർ ലഹും, പുറത്തു കൊടുക്കണേ റബ്ബേ. അതുപോലെ വർഹംഹും, അവർക്ക് കരുണ ചെയ്യണേ നാഥ എന്ന് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പുരക്കാരൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ മൃഗത്തിന്റെ പുറത്ത് വെച്ച് റസൂലുള്ളാഹി അത് പ്രാർത്ഥിച്ചു. ഇതിന്റെ അർത്ഥം ഭക്ഷണം കഴിച്ച ഉടനെ അൽ ഫാത്തിഹ എന്ന് വിളിക്കണമെന്നല്ല. ഇന്ന് എവിടെ കണ്ടാലും എന്തുണ്ടായാലും ഉടനെ കേൾക്കുന്ന ഒന്നാണ് അൽ ഫാത്തിഹ. അതിന് റസൂലിന്റെ പിൻബലമില്ല, ഹദീസിലില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. എവിടെയും പ്രാർത്ഥനകളുണ്ട്. മരിച്ച വീട്ടിൽ കയറിയാൽ ഉലമാവ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്താ? അഅ്ളമല്ലാഹു അജ്റക വഅഹ്സന അസാക വഗഫറ ലിമയ്യിതിക.
സ്വഹീഹായ റിപ്പോർട്ടുകളിൽ ആ പദം തന്നെ പറയണേ എന്ന് റിപ്പോർട്ടുകളൊന്നും ഇല്ലെങ്കിലും ആ മയ്യത്തിന്റെ അഹ്ലികാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വ്യാപകമായി ഉലമാ ഉപയോഗിക്കാറുള്ള വാക്കാണ് അത്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായും ഹദീസുകളിൽ കാണാൻ കഴിയും. അവരെ സമാശ്വസിപ്പിക്കുന്ന വാക്കുകൾ. ഈ വാക്കുകൾ പറയുന്നതിന് പറയാതെ, അതിന് സമയം കാണാതെ, ആ ഒരു ചര്യ പിൻപറ്റാതെ എവിടെ പോയാലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയും സൂറയും പാർസലാക്കുകയും അതിൽ പാടില്ലാത്ത പലതും കയറ്റിക്കൂട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായ റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുപോലെ നമസ്കാരത്തിന് സഫ് കെട്ടുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരത്തിലും തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ സഫ് നേരെയാക്കുക എന്ന ഒരു ദിക്ർ രൂപത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ സഫ് കെട്ടി വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്ന സമയത്തൊന്നും അത്തരം പ്രയോഗങ്ങൾ റസൂല് നടത്തിയിട്ടില്ല. അതൊരു നമസ്കാരത്തിന്റെ ദിക്റുമല്ല. ആവശ്യമുള്ള സമയത്ത് ഭംഗമുണ്ട് എന്ന് കാണുമ്പോ അത് വർത്തമാനം കൊണ്ട് നേരെയാക്കാം, ഇറങ്ങി ചെന്നിട്ട് നേരെയാക്കാം, ആളുകളെ നേരെ നിർത്താം, ഓർമ്മപ്പെടുത്തലുകൾ എന്ന നിലക്ക് പറയാം എന്നല്ലാതെ ഒരു ദിക്റി എന്ന സ്ഥാനത്ത് അതിനെ കാണേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ നിന്ന് സഫ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ നമസ്കരിക്കാൻ വന്നപ്പോ ഒരു സഫ് പൂർണ്ണമായി കെട്ടിയിട്ടുണ്ട്, പൂർണ്ണമാണ്, ആളുകൾ ഇടതൂർന്ന് നിൽക്കുകയാണ്. ഇനി വന്ന ആൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ ആ സഫിൽ നിന്ന് ഒരാളെ പിടിച്ചിട്ട് ബേക്കോട്ട് വലിക്കും. ഇത് സഫിൽ ഒറ്റക്ക് നിൽക്കാൻ പാടില്ല എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില ഫുഖഹാവ് പറഞ്ഞ കാര്യം ശഫീ മദ്ഹബിലൊക്കെ കാണുന്നതനുസരിച്ച് ഗവേഷണം ചെയ്ത അടിസ്ഥാനത്തിലുള്ള സംഗതിയാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു പള്ളിയിൽ കയറി ചെന്ന് നിസ്കാരം നടക്കുന്നിടത്ത് നമ്മൾ ഒറ്റക്കാണെങ്കിൽ ആ സഫിൽ തന്നെ ആളുകളെ ഒന്ന് അടുപ്പിച്ചോ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് അവിടെയോ കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ കയറി നിൽക്കണം. അതിന് പറ്റാത്ത വിധം എല്ലാവരും നല്ലോണം ചേർന്ന് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ബേക്കില് ഒറ്റക്ക് തന്നെ നിന്ന് നമസ്കരിക്കാം. സഫ് പൂർണ്ണമാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് കറാഹത്തില്ല. കറാഹത്തുണ്ട് എന്ന് പറയുന്നത് ഒന്ന് മുന്നിലെ സ്ഥലം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താതെ നിൽക്കുന്നതാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും സഫിന്റെ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുകയും ചെയ്യണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അത്രയും ഗൗരവത്തിൽ കണ്ടതായിട്ട് ഹദീസിന്റെ കിതാബുകളിൽ മുഴുവനും ഉല്ലേഖനം ചെയ്യപ്പെട്ട വിഷയമായത് കൊണ്ട് നമ്മളത് ഗൗരവത്തിലെടുക്കുക തന്നെ വേണം. അള്ളാഹു അത്തരം വിഷയങ്ങൾ ചെറുതാണെന്ന് കരുതി തള്ളിക്കളയാതെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാവരും തമ്മിൽ ചേർന്ന് നിൽക്കാനുള്ള മാനസികാവസ്ഥ നൽകി നമ്മുടെ ഐക്യവും ഭദ്രതയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവരെയും സ്നേഹിക്കാനും അതുപോലെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും പരസ്പരം അരിവ് കാണിക്കുവാനും സ്നേഹിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, നല്ല കെട്ടുറപ്പോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളെ നീ മാറ്റിയെടുക്കണേ റഹ്മാനെ. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്നത് പോലെ ഇടതൂർന്ന് സഫ് കെട്ടി നിനക്ക് വേണ്ടി നമസ്കരിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. സഫുകളിലുള്ള പാകപ്പിഴവ് കൊണ്ട് വല്ലതും സംഭവിച്ചു പോയെങ്കിൽ മാപ്പാക്കണേ റഹ്മാനെ. ഒറ്റക്കെട്ടായി മുന്നേറാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സഫ് അണിതെറ്റിയതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.